കടലിടുക്കിൽ പുതിയ പദ്ധതിയുമായി ഇറാൻ പാർലമെന്റ്. ഇസ്രായേലിന്റെയോ യുഎസിന്റെയോ ഒരു കപ്പൽ പോലും ഈ ഇടനാഴിയിലൂടെ കടന്നുപോകാൻ പോലും അനുവദിക്കില്ല. മാത്രമല്ല മറ്റു കപ്പലുകൾക്കെല്ലാം തന്നെ ടോൾ ഏർപ്പെടുത്തും. മാത്രമല്ല കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പാണ്, വ്യക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ ഇവിടെ നൽകിയിരിക്കുന്നത്. കപ്പലുകൾക്ക് പുതിയ മാർഗനിർദ്ദേശം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും നിയന്ത്രണത്തിന് കൂടുതൽ നടപടികൾ കൈക്കൊള്ളുമെന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ മറ്റു രാജ്യങ്ങൾക്കും ഈ നിയന്ത്രണങ്ങൾ ബാധകമായിരിക്കുമെന്നാണ് സൂചന. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ആയ മറ്റ് IRIB റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ഭാവിയിൽ തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഇറാന്റെ ഔദ്യോഗിക കറൻസിയായ റിയാൽ അടിസ്ഥാനമാക്കിയുള്ള ടോൾ നൽകേണ്ടി വരുമെന്നതാണ് മറ്റൊരു എടുത്തു പറയുന്ന കാര്യം. ഹോർമുസ് കടലിടുക്കിന് മേലുള്ള പരമാധികാര നിയന്ത്രണം വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇറാൻ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. കടലിടുക്ക് തുറന്നു കൊടുത്തില്ല എങ്കിൽ ഇറാന്റെ എണ്ണ കമ്പനികൾക്കും അതുപോലെ തന്നെ ഇലക്ട്രിക് പ്ലാന്റുകൾക്കും ഗാർഗ് ഐലൻഡും ഉൾപ്പെടെയുള്ള ഊർജ്ജ സ്രോതസ്സുകൾ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഈ ഒരു ഭീഷണി പങ്കുവച്ചിരിക്കുന്നത്. അതിന്റെ എല്ലാം അടിസ്ഥാനം കണക്കാക്കിയാകാം ഇത്തരം ഒരു നീക്കം ഇപ്പോൾ ഇറാൻ പാർലമെന്റ് നടത്തുന്നതെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പങ്കുവച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ പദ്ധതിയുമായിട്ടാണ് ഇറാൻ രംഗത്ത് വരുന്നത്. ഇറാന്റെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്തുവാനും US ഇസ്രായേൽ കപ്പലുകൾക്ക് നിരോധനം ഏർപ്പെടുത്താനുള്ള പുതിയ പദ്ധതിക്കാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇറാനും US ഇസ്രായേൽ സഖ്യവും തമ്മിൽ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം 2ാം മാസത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇറാന്റെ ഈ ഒരു നിർണായക നീക്കം നടക്കുന്നത്. നിലവിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കടലിടുക്ക് മേൽ നിയന്ത്രണം സ്ഥാപിക്കുന്നത് ഒരു ശക്തി പ്രകടനമാണ് എന്ന്, അല്ലെങ്കിൽ ആ ഒരു തരത്തിലാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. കടലിടുക്കിലൂടെ സമുദ്ര സുരക്ഷ, കപ്പലുകളുടെ സുരക്ഷ, സ്ഥിതി സംരക്ഷണം, അതായത് പരിസ്ഥിതി സംരക്ഷണം, യാത്രാ നിയന്ത്രണങ്ങൾക്കായുള്ള സാമ്പത്തിക സംവിധാനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം ഈ നീക്കത്തിനെതിരെ US ശക്തമായ നിയമ നടപടി അല്ലെങ്കിൽ ഒരു നിലപാടുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. സമുദ്രയാത്രകളിലെ ആ ഒരു സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ സൈനികമായ ഇടപെടലുകൾ നടത്തണമെന്നതാണ് അവരുടെ മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ അമേരിക്ക ഉദ്ദേശിക്കുന്നതായി തന്നെ US ട്രഷറി സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. വിപണിയിൽ ആവശ്യത്തിന് എണ്ണ വിതരണം നടക്കുന്നുണ്ട്. മാത്രമല്ല നിലവിൽ രാജ്യങ്ങൾ ഇറാൻ ഭരണകൂടവുമായി കരാറുകളിൽ ഏർപ്പെടുന്നതിനാൽ തന്നെ ദിവസേന കൂടുതൽ കപ്പലുകൾ ആ പാത വഴി കടന്നു പോകുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. അധികം വൈകാതെ തന്നെ അമേരിക്ക ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കും. അവിടെ കപ്പലുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാക്കും. അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ അകമ്പടിയോടെ തന്നെ, അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളുടെ സംയുക്ത സുരക്ഷാ അകമ്പടിയോട് തന്നെയായിരിക്കും ഇക്കാര്യങ്ങൾ നടക്കുക. കാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ഇറാൻ അധികം വൈകാതെ ഒരു കരാറിൽ എത്താൻ തയ്യാറാകുകയാണെങ്കിൽ മിക്കവാറും അത് ഉടൻ സംഭവിക്കും. അല്ലാത്ത പക്ഷം കാര്യങ്ങൾ വഷളാകുമെന്നും ഹോർമുസ് കടലിടുക്ക് ഉടനടി തന്നെ ഇവിടെ തുറന്നു നൽകണം, അല്ലെങ്കിൽ ഇറാനിലെ ഇപ്പോഴത്തെ മനോഹരമായ താമസം അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങുമെന്നും ഇറാനിലെ വൈദ്യുതി നിലയവും എണ്ണ കിണറുകളും ഗാർഗ് ഐലൻഡുമെല്ലാം ബോംബ് വെച്ച് തകർക്കുമെന്നും അവിടെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ വലിയൊരു ശേഷിപ്പ് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനൊടുവിലാണ് ഇപ്പോൾ ഇറാൻ ആകട്ടെ തങ്ങൾ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങൾ അല്ലെങ്കിൽ പുതിയ നിയന്ത്രണങ്ങൾ അവിടെ കൊണ്ടുവരുന്നതായിട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.